ചെയ്യുമാറാകട്ടെ. ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവത്തെ ക്രിസ്തുയേശുവിലൂടെ ദൈവത്തിൻ്റെ മക്കളായി തീർന്ന കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കുകയും പറയുകയും പ്രാർത്ഥിക്കുകയും വേണം. മനസ്സിനകത്തുള്ള കാര്യങ്ങൾ തമ്മിൽ തമ്മിൽ പറയുകയും മിണ്ടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് കൂട്ടായ്മ ഉണ്ടാകുന്നത്. വിശ്വസ്തരെന്ന് മനസ്സിലാക്കി പരസ്പരം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ മാത്രം സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ദൗത്യം മോശയിലൂടെ നിവർത്തിക്കുക മാത്രമല്ല ചെയ്തത്. ഒരു സ്നേഹിതനോടെന്ന പോലെ ദൈവം മോശയോട് സംസാരിക്കുകയും മോശയ്ക്ക് ദൈവത്തോട് ഒരു സ്നേഹിതനോടെന്ന പോലെ മിണ്ടുവാനും പറയുവാനും സംസാരിക്കുവാനും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയിക്കുവാനും ജനമുഖാന്തരം തനിക്കും ദൈവത്തിനും നേരെ കടന്നു വരുന്ന പിറുപിറുപ്പും പ്രശ്നങ്ങളൊക്കെ ദൈവത്തോട് പറയുകയും ജനത്തിനു വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ വീണ് കിടന്ന് കരയുകയും അപേക്ഷിക്കുകയൊക്കെ ചെയ്യുവാനുള്ളൊരു നല്ല ഹൃദയം മോശയിലുണ്ടായിരുന്നു. മോശയുടെ ഹൃദയം അറിഞ്ഞിരുന്ന കർത്താവ് മോശയോട് ഒരു സ്നേഹിതനോടെന്ന പോലെ സംസാരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം ചെകിടനുമല്ല, പൊട്ടനുമല്ല, ഊമനുമല്ല, സംസാരിക്കുന്ന ദൈവമാണ്. മിണ്ടുവാനും പറയുവാനും സംസാരിക്കുവാനുള്ള കഴിവ് ദൈവം മനുഷ്യന് തന്നിരിക്കുക. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവും നമ്മളും തമ്മിൽ യാതൊരു കൂട്ടായ്മയില്ല. നാം പറയുകയും മിണ്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രം പോരാ, നമ്മോടും ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയിക്കുകയും മിണ്ടുകയും പറയുകയും സംസാരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നില്ല എങ്കിൽ, ഒന്നും മിണ്ടുന്നില്ല എങ്കിൽ നമുക്ക് ദൈവാത്മാവുമായിട്ട് എന്താണ് കൂട്ടായ്മ? ആത്മാവാകുന്ന ദൈവത്തോട് ആത്മാവിൽ പ്രാർത്ഥിക്കാനും സംസാരിക്കുവാനും ആത്മാവ് പറയുന്നത് കേട്ട് അനുസരിച്ച് പ്രവർത്തിക്കാനുമാണ് കർത്താവായ യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അളവുകൂടാതെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ആത്മാവിനെ പ്രവർത്തിപ്പിക്കേണ്ടതിനും നമ്മുടെ ആത്മാവിനെ ജ്വലിപ്പിക്കേണ്ടതിനും ത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കേണ്ടതിനുള്ള കൃപ, അഭിഷേകം, ദൈവസാന്നിധ്യം കൂടാതെ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിനായി കർത്താവിൻ്റെ ദയ അളവുകൂടാതെ നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.